ഇനി ഇന്നത്തെ അതിഥിയിലേക്ക്. ഇന്ന് അതിഥിയായി ചേരുന്നത് ഈ മാധ്യമപ്രവർത്തനവുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സഹയാത്രികരിൽ തന്നെ ഒരാൾ എന്ന് തന്നെ അഭിമാനപൂർവ്വം പറയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു മാധ്യമത്തിലെ കാർട്ടൂണിസ്റ്റ് എന്നതിനപ്പുറത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന യുവ കാർട്ടൂണിസ്റ്റുകളുടെ നിരയിലേക്ക് ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഒരാൾ കൂടിയാണ്. കാർട്ടൂണിസ്റ്റ് TK സുജിത്താണ് ഇന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി ചേരുന്നത്. നമസ്കാരം, സ്വാഗതം. ഈ സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു അതിഥിയെ എത്തിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടാകാം. പ്രത്യേകിച്ച് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ വിരൽ ചൂണ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് പോലും ഈ ഗുഡ് മോർണിംഗ് കേരളത്തിലെ വാർത്തയിൽ പ്രധാനമായും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പരാമർശമുണ്ടായിരുന്നു. ഈ കലാകാരന്മാരോടൊക്കെ അസഹിഷ്ണുത തോന്നുന്ന ഒരു കാലഘട്ടമാണ്, അതൊന്നും വെച്ചുപുറപ്പിക്കാനാവില്ല എന്ന് പറയുമ്പോൾ ഈ അസഹിഷ്ണുതയോട് ഒരു കാർട്ടൂണിസ്റ്റിന്റെ ഭാഷയിൽ എന്താണ് ആദ്യമേ പറയാനുള്ളത്? കാർട്ടൂൺ നമുക്ക് രാഷ്ട്രീയ കാർട്ടൂണാണ് ഞാൻ വരയ്ക്കുന്നത്. ആരെക്കുറിച്ചും നല്ലത് പറയാനാവാത്തൊരു കലാരൂപമാണ് രാഷ്ട്രീയ കാർട്ടൂൺ എന്ന് പറയുന്നത്. കാർട്ടൂൺ ഒരു നെഗറ്റീവ് ആർട്ടാണ്. ഏത് സർക്കാർ ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും സർക്കാരിൻ്റെ നയങ്ങളിൽ ജനവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിനെ ജനപക്ഷത്ത് നിന്ന് എതിർക്കുകയാണ് കാർട്ടൂണിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ PR വർക്ക് ചെയ്യുന്നവരല്ലല്ലോ കാർട്ടൂണിസ്റ്റുകൾ. അപ്പോൾ അത്തരമൊരു കലാരൂപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ലളിതമായൊരു കലയാണ്. ഏറ്റവും കുറഞ്ഞ വാക്കുകളിലും ഏറ്റവും കുറഞ്ഞ വരകളിലും ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് കാർട്ടൂണിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത്തരം കുറഞ്ഞ വരകളും കുറഞ്ഞ വാക്കുകൾ പോലും താങ്ങാനായിട്ട് കെൽപ്പില്ലാത്തൊരു സമൂഹമായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ബാലയ്ക്കുണ്ടായിട്ടുള്ള അനുഭവം നമുക്ക് അറിയാം. ഒരു ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു പ്രതികരണത്തിന് അത് താങ്ങാനാവാതെ കാർട്ടൂണിനെ വിലക്കേർപ്പെടുത്തുകയും കാർട്ടൂണിസ്റ്റിനെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു കാലത്തേക്ക്, കാർട്ടൂണിസ്റ്റിനെ വിലങ്ങിടുകയും ചെയ്യുന്ന കാലത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് കാർട്ടൂണിന് മാത്രമല്ല, പാട്ട് പാടിയാലും കവിത ചൊല്ലിയാലും സ്വന്തമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചാൽ പോലും പിറ്റേന്ന് ജീവിച്ചിരിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അടിയന്തരാവസ്ഥ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ടൊരു അടിയന്തരാവസ്ഥയൊന്നുമില്ല. പക്ഷേ ഇതുപോലെ മിണ്ടാൻ വയ്യ, ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടാൻ വയ്യ, ഒരു സിനിമാ പാട്ട് മൂളാൻ വയ്യ, അങ്ങനെ ഒരു കാലത്ത്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ ലോക്കൽ SIക്കോ പോലും നമ്മളെ അറസ്റ്റ് ചെയ്യുകയും നമ്മളെ ജയിലിലടക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്ത് ഇത്തരമൊരു നെഗറ്റീവ് കലാരൂപം, അല്ലെങ്കിൽ ആരെപ്പറ്റിയും നല്ലത് പറയാനാവാത്ത ഒരു വിമർശ കലാരൂപത്തിന് എത്രത്തോളം നമുക്ക് ഇവിടെ ഭാവി ഉണ്ട് എന്നുള്ളതിനെ പറ്റിയൊരു ആശങ്ക നമുക്ക് വരാം. പക്ഷെ വേറൊരു കാര്യം എന്താണെങ്കിൽ, എത്രത്തോളം ആളുകൾ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് ഇതിന്റെ ഒരു ശക്തി കൂടുന്നത്. സത്യത്തിൽ ഇതൊരു പ്രതിപക്ഷമായിട്ട് ഇപ്പൊ കലാകാരന്മാരും കാർട്ടൂണിസ്റ്റുകളുമാണ്. യഥാർത്ഥ പ്രതിപക്ഷം ജനമാണല്ലോ. ജനമാണ് പ്രതിപക്ഷം, ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കലും സ്വേച്ഛാധിപത്യമല്ല അത്. നമ്മൾ തിരഞ്ഞെടുത്ത അധികാരികൾ, നമുക്ക് ജനം രണ്ട് തരത്തിലാണ് ക്യൂ നിൽക്കുന്നത്. ഒന്ന് വോട്ട് ചെയ്യാനായിട്ട്, പിന്നെ നോട്ട് മാറാനൊക്കെ ആയിട്ട് ക്യൂ നിന്ന് നമ്മൾ ATMന് മുന്നിലുള്ള ക്യൂ. നമുക്കറിയാം, നമ്മളങ്ങനെ മാറാൻ നിന്ന് ഇപ്പോൾ വാർത്തകളിൽ വരുന്നത് നീരവ് മല്യയുടെയൊക്കെ വാർത്തകൾ നമുക്കറിയാം, അല്ലെങ്കിൽ വിജയ് മല്യയുടെ ലളിത് മോദിയെ പറ്റിയിട്ടൊക്കെയുള്ള വാർത്തകൾ നമുക്ക് വരുന്നുണ്ട്. ജനത്തിന് മാത്രമേ ഈ ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ജനം, ഏറ്റവും ശക്തനായിട്ടുള്ള ജനം എന്നുള്ളത് എത്രത്തോളം സഹിക്കാനായിട്ട് വിധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ജനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചിന്തകളാണ് കാർട്ടൂണുകളായിട്ട് വരുന്നത്. ഈ ജേർണലിസം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരുപക്ഷെ ഈ 1000 വാക്കുകളേക്കാൾ ശക്തി ഉണ്ടാകും ഒരു ചിത്രത്തിന് എന്നാണ് പറയുന്നത്. കാർട്ടൂണുകളും അതുപോലെയാണ്. ഒരുപക്ഷെ സുജിത്ത് പറഞ്ഞു, ഇത് വളരെ ലളിതമായ ഒന്ന് എന്ന് പറയുമ്പോൾ പോലും, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പോലും ആ നെഗറ്റീവിൽ നിന്ന് അത് വായിക്കുന്നവനൊരു പോസിറ്റീവായ ചിരി കൂടി പടർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വരയ്ക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ സുജിത്ത് സംസാരിച്ചപ്പോൾ തന്നെ രാഷ്ട്രീയ കാർട്ടൂൺ എന്ന് പറയുമ്പോൾ തന്നെ സംസാരിച്ചതിൽ നിന്ന് തന്നെ ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ് ഇന്നത്തെ ഒരു വാർത്തയിൽ. ഇപ്പോൾ ഇന്ന് പത്രത്തിൽ എന്ത് കാർട്ടൂൺ നൽകണം എന്നത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. കാർട്ടൂണിൽ ചിരി എന്ന് അഭിലാഷ് സംസാരിച്ചല്ലോ. കാർട്ടൂണിൽ ചിരി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനുള്ള ഒരു നമുക്ക് പറയാനുള്ളത് ചിരിക്കാനുള്ള കാര്യങ്ങളല്ല, നമുക്ക് ഗൗരവമുള്ളതാണ്. പിന്നെ നമ്മൾ ഈ നാട്ടിൽ എത്രത്തോളം ദുഃഖങ്ങളും എത്രത്തോളം സഹനത്തിൻ്റെയും ഒക്കെ നമുക്ക് അതാണ് പറയാനുള്ളത്. വിഷമത്തിൻ്റെ കഥയാണ്.
നമ്മൾ കയ്പുള്ള ഗുളികകൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മധുരം നൽകുമല്ലോ. അപ്പം അതുപോലെ കയ്പുള്ള സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ പൊതിഞ്ഞു വെക്കുന്ന ഒരു ആവരണം മാത്രമാണ് ചിരി എന്ന് പറയുന്നത്, കാർട്ടൂണുള്ള ചിരി. പിന്നെ കാർട്ടൂൺ ടോം ആൻഡ് ജെറി കളി പോലെയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ടോം ആൻഡ് ജെറി കളിയിൽ, പൂച്ചയും എലിയും കളിയിൽ എപ്പോഴും ജയിക്കുന്നത് എലിയാണ്. കാർട്ടൂണിൽ എപ്പോഴും ശക്തനായ പൂച്ചയ്ക്ക് മേലെ എലിയാണ് വിജയിക്കുന്നത്. നിത്യജീവിതത്തിൽ, യഥാർത്ഥ ജീവിതത്തിൽ ഒരു പൂച്ചയെ തോൽപ്പിക്കാനായിട്ട് എലിക്കാവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എലിയുടെ വിജയത്തിൽ നമ്മൾ വിജയം കണ്ടെത്തുകയാണ്. നമ്മൾ കാർട്ടൂൺ വരച്ചതുകൊണ്ട് നമ്മളൊക്കെ സാധാരണ ജനങ്ങളാണ്. നമുക്ക് ഇതൊക്കെ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. നമ്മുടെ ഒരു പ്രതിഷേധത്തിൻ്റെ, ഒരു പ്രത്യാക്രമണത്തിൻ്റെ ഒക്കെ ഒരു കാര്യമാണ്. നമ്മൾ എലികളാണ്. നമ്മൾ പൂച്ചയെ നമുക്ക് നിത്യജീവിതത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അത് കാർട്ടൂണായി വരുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നു. എലിയുടെ ഭാഗമായിട്ട് എലിയുടെ വിജയത്തിൽ നമുക്ക് അഭിമാനിക്കാനും ആഹ്ലാദമൊക്കെ ഉണ്ടാക്കുന്നു. അതാണ് കാർട്ടൂണുകളുടെ ഒരു രീതി. കാർട്ടൂൺ പത്രത്തിലേക്ക് എങ്ങനെയാണ് ഓരോ ദിവസവും ഉണ്ടാക്കുന്നതെന്നുള്ളത് ജനം അതാണ് ഏത് വിഷയമാണ് ജനം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പിറ്റേ ദിവസത്തെ കാർട്ടൂൺ തീരുമാനിക്കുന്നത്. ഈ ജനങ്ങളുടെ തലവര തന്നെയാണോ? ജനങ്ങളുടെ തലവര നിശ്ചയിക്കുന്ന ആരാണ് എന്നാണ് ചോദ്യം. നമ്മൾ ജനത്തിനു വേണ്ടി ജനം തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഉള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത്. പക്ഷേ നമ്മളതൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ തലവരകൾ ആരാണ് നിശ്ചയിക്കുന്നത് എന്നാണ്. അതുമായി ബന്ധപ്പെട്ടൊരു പ്രദർശനം അവസാനിച്ചതേ ഉള്ളൂ. ഈ തലവരകളോടുള്ള ജനങ്ങളുടെ പ്രതികരണം നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ അസഹിഷ്ണുത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം, അവിടെയാണ് നമ്മൾ ഇത്തരം കലാരൂപങ്ങൾക്ക് കൂടി പ്രസക്തി കാണുന്നത്. ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ജനം സ്വാഭാവികമായിട്ടും കാർട്ടൂണുകളെ സ്വാഗതം ചെയ്യുമല്ലോ. കാരണം ഓരോ കാർട്ടൂൺ കാണുമ്പോഴും ഇത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചതാണല്ലോ എന്നത് ജനത്തിന് ഒരു ധാരണ ഉണ്ടായിരിക്കും. അവർക്ക് പറയാനൊരു ഇടമില്ല. അതെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ, ശബ്ദമില്ലാത്ത ആളുകളുടെ ശബ്ദമാവാനായിട്ട് കാർട്ടൂണിസ്റ്റ്, ഒരുപക്ഷെ ഭരണാധികാരികൾ കാർട്ടൂണുകളെ ഭയപ്പെടുന്നത് ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം, അതിൻ്റെ പോപ്പുലാരിറ്റി കൊണ്ടായിരിക്കാം. കാർട്ടൂണുകളെ വിലക്കാനും കാർട്ടൂണിസ്റ്റുകളെ വിലങ്ങിടാനും ഒക്കെ ഉള്ള ഒരു തോന്നൽ വരുന്നത് അതുകൊണ്ടായിരിക്കാം. ജനം അത്രത്തോളം പോപ്പുലറാണ്, അത്രത്തോളം എളുപ്പത്തിൽ ജനങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കലയാണ്. നമുക്ക് ഒരുപാട് ലേഖനങ്ങൾ വായിക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വരുന്നു. ജനത്തിൻ്റെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന അത്രത്തോളം സിമ്പിളായിട്ടുള്ള, ജനത്തിനേറെ പരിചിതമായിട്ടുള്ള ഇമേജുകൾ വെച്ചാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോപ്പുലാരിറ്റിയും എന്നാൽ അതിൻ്റെ പ്രഹരശേഷിയും, ഓരോ കാർട്ടൂണും ഉണ്ടാക്കുന്ന അലകൾ, അത് ഇപ്പോൾ ബാലയുടെ കാർട്ടൂൺ സോഷ്യൽ മീഡിയയിലാണ് വന്നത്. ആ കാർട്ടൂണിനെ വിലക്കുമ്പോൾ അതിന്റെ പ്രഹരശേഷി ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം അത് ഷെയർ ചെയ്യപ്പെട്ടു, ചെന്നൈ പ്രസ് ക്ലബ്ബൊക്കെ അത് വലിയ ഹോർഡിങ് അടിച്ച് അവിടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് ബാലയുടെ കാർട്ടൂൺ. അല്ലെങ്കിൽ ഇതാണ്, ഒരു പെൻസിലിന്റെ നമ്മൾ രണ്ടായിട്ട് മുറിക്കുമ്പോൾ രണ്ട് മുനകൾ കൂർത്തു വരികയാണ്. അല്ലെങ്കിൽ മുഖം നഷ്ടപ്പെട്ട ആളുകൾ കണ്ണാടി തുടയ്ക്കുമ്പോൾ ഒരുപാട് വികലമായിട്ടുള്ള പ്രതിബിംബങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിലങ്ങൾ കൊണ്ടും കാർട്ടൂണിനെ തോൽപ്പിക്കാനായിട്ട് ബാലയുടെ കാര്യം തന്നെ ഒരുപാട് ചർച്ച ചെയ്തു. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ? രണ്ട് രീതിയിൽ ഉണ്ട്. കാർട്ടൂണിന് എതിരായിട്ട് എടുത്ത രാഷ്ട്രീയക്കാർ, ഞാൻ 2001 മുതൽ പത്രത്തിൽ കാർട്ടൂണുകൾ വരയ്ക്കുന്നു. അപ്പോൾ എതിരായിട്ട് എടുത്ത ആളുകളുണ്ട്, പരസ്യം പോലെ എടുത്ത രാഷ്ട്രീയ നേതാക്കളുണ്ട്. കാർട്ടൂണിനെ ഒരു പരസ്യം പോലെ അതെ, ഏത് വിമർശനത്തിനെയും നേരിടാൻ മാത്രമുള്ള തൊലിക്കെട്ടി നേടിയ, കാർട്ടൂണിൽ നിന്നും എല്ലാ വിമർശനങ്ങളിൽ നിന്നുമൊക്കെ ഇമ്മ്യൂണിറ്റി നേടിയ രാഷ്ട്രീയക്കാർ നമുക്കുണ്ട്. അപ്പോൾ അത് രണ്ട് തരത്തിലാണ് രാഷ്ട്രീയക്കാർ സമീപിക്കുന്നത്. ശങ്കറിനോട് നെഹ്റു പറഞ്ഞത്, എന്നെ വെറുതെ വിടരുതേ ശങ്കർ, ഞങ്ങളെ വെറുതെ വിടൂ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുണ്ട്, കാർട്ടൂണിസ്റ്റുകളെ വെറുതെ വിടാത്ത രാഷ്ട്രീയക്കാരും ഉണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ നെഹ്റു പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷത്തെ ഉൾക്കൊള്ളുവാൻ, അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തിന്റെ റോള് ശങ്കറിനെ പോലെയുള്ളവർ വഹിക്കുന്നുണ്ട്, എന്നെ തിരുത്താൻ പോലും നിങ്ങളെപ്പോലുള്ള കാർട്ടൂണിസ്റ്റുകൾക്ക് സാധിക്കുന്നു എന്നാണ് അവിടെ എൻ്റെ ഒരു സംശയം. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ സമൂഹത്തിൻ്റെ ഭാഗമാകണം, സാമൂഹികമായ അസമത്വങ്ങൾക്കെതിരെ ശബ്ദിക്കണമെന്ന് പറയുമ്പോൾ വലിയൊരു വിഭാഗവും നിശബ്ദത പാലിക്കുന്നു എന്നതാണ് പരമമായ സത്യം. ഇനി ചില ആളുകൾ ശബ്ദിക്കുന്നുമുണ്ട്, അപ്പോഴും അവർ കൃത്യമായ പ്രതിപക്ഷമായി വർത്തിക്കുന്നുണ്ടോ? താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, എന്ത് ഭക്ഷണം കഴിക്കണം, ശരിയാണത്. ഒരുപക്ഷെ നമ്മുടെ ബാഗിൽ ബീഫുണ്ട് എങ്കിൽ അവനെ കൊല്ലണം എന്ന് തീരുമാനിക്കുന്ന തീരുമാനവും എൻ്റെ രാഷ്ട്രീയമല്ല നിങ്ങളുടേതെങ്കിൽ നിങ്ങളെയും കൊല്ലണം എന്ന് പറയുന്ന രാഷ്ട്രീയത്തോടും ഒരുപോലെ പ്രതികരിക്കാൻ ഈ പ്രതികരിക്കുന്ന
കലാകാരന്മാർ തയ്യാറാകുന്നുണ്ടോ? അവിടെയും ഒരു പക്ഷമുണ്ട് എന്ന് തോന്നാറുണ്ടോ? പക്ഷെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കലാകാരന്മാർ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആളുകളുടെ പൊള്ളത്തരം യഥാർത്ഥ പ്രതിപക്ഷമായിട്ടുള്ള ജനം തിരിച്ചറിയുമല്ലോ. ജനമാണ് ഇവിടെ പ്രതിപക്ഷം. നമ്മൾ എല്ലാ കൺവെൻഷണൽ മീഡിയയ്ക്കും എല്ലാ ആളുകൾക്കും അപ്പുറത്ത് ജനം പ്രതികരിക്കുകയും ജനം നിലപാടെടുക്കുകയും ജനം അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പത്രമാധ്യമത്തിനോ ഒരു അഭിപ്രായ സമൂഹത്തിലെ ഒരു അഭിപ്രായ രൂപീകരണം നമുക്ക് ഇന്നൊരു മാധ്യമത്തിൻ്റെയും കുത്തകയായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ജനം അത് തിരുത്തും. തെറ്റാണെങ്കിൽ തെറ്റായ നിലപാടെടുക്കുന്ന ആളുകളെ തിരുത്താനായിട്ടുള്ള ശക്തി ജനം എന്ന ആ ഒരു എൻറ്റിറ്റി ആർജിച്ചു വരികയാണ്. നമുക്ക് സോഷ്യൽ മീഡിയയൊക്കെ വളരെ പ്രകടമാണ്. ഇപ്പോൾ തന്നെ കാർട്ടൂണുകളെയൊക്കെ വെല്ലുന്ന പ്രതികരണങ്ങളും കമന്റുകളും ട്രോളുകളും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അത് നല്ലതാണ്. പ്രതികരണശേഷിയുള്ള ഒരു ജനം. എൻ്റേത് മാത്രമല്ല, നിനക്ക് കൂടെ പറയാനുള്ളത് കേൾക്കാനായിട്ടുള്ള മനസ്സ് എനിക്കുണ്ടാകുമ്പോഴാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയല്ലാതെ ഞാൻ പറയുന്നത് മാത്രം കേൾക്കുകയും ഞാൻ പറയുന്നതാണ് ഇവിടെ നടക്കേണ്ടത് എന്ന രീതിയിൽ ഒരാൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇവിടെ വരുന്നില്ല. കാർട്ടൂണുകളും ട്രോളുകളും ഒക്കെ കൂടുതൽ വരികയും അത് സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സമൂഹം തീർച്ചയായിട്ടും നല്ലതാണ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ മനസ്സാന്നിധ്യം നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ സമൂഹത്തിനൊക്കെ ആർജിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അത് കൂടുതൽ ശക്തിയാവുകയും ചെയ്യും. ഇനി ഈ പത്രങ്ങളിൽ സ്വാഭാവികമായിട്ടും ചില ആളുകളൊക്കെ പത്രം എടുത്താൽ ആദ്യം നോക്കുന്നത് കാർട്ടൂണാണ്. അങ്ങനെ ഓരോ പത്രത്തിലെയും കാർട്ടൂണുകളിലേക്ക് മാത്രം കണ്ടുപിടിക്കുന്നുണ്ട്. അതിനിടയിൽ പറഞ്ഞു വന്ന ഈ സമൂഹ മാധ്യമങ്ങളുടെ മാറ്റമാണ്. അപ്പോൾ ഇത്തരം ട്രോളുകളൊക്കെ കൂടുതൽ ജനകീയമാകുന്നു. അത് വലിയ തോതിൽ അതിന് 1000-ഉം 10,000-ഉം ലക്ഷക്കണക്കിന് ലൈക്കുകൾ കിട്ടുന്നു. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക്സ് രംഗത്തെ ഈ ട്രെൻഡുകളെ അത് കാർട്ടൂണുമായി ബന്ധപ്പെടുത്തി അത്തരം ആലോചനകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റത്തിലേക്കൊക്കെ ചിന്തിക്കാറുണ്ടോ? ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദോഷമെന്ന് ഞാൻ പറയില്ല, ചലഞ്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ടെക്നോളജി പണ്ടുകാലത്ത് കാർട്ടൂൺ വരച്ചിട്ട് ഇപ്പോൾ എനിക്ക് മാത്രമല്ല സമാനമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് നമ്മുടെ സൃഷ്ടി വരച്ച് അത് ഓഫീസിൽ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ നമുക്ക് ടെക്നോളജി വന്ന ഒരു മുന്നേറ്റം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ നേരിട്ട് നമുക്ക് സ്ക്രീനിൽ വരയ്ക്കാവുന്ന ടാബ്ലറ്റുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേഗത കൂടിയിട്ടുള്ള ഇന്റർനെറ്റ് സൗകര്യം നമുക്കുണ്ട്. അപ്പോൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നിട്ടും നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതൊന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ പത്രസ്ഥാപനങ്ങളിൽ പ്രിന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഇന്ന് വരയ്ക്കുന്ന കാർട്ടൂൺ നാളെ രാവിലെ എൻ്റെ വായനക്കാരൻ്റെ മുന്നിലെത്തുള്ളൂ. അപ്പോൾ അതിനിടയിലുള്ള ആ ടൈം ഗ്യാപ്പ് വളരെ വലുതാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കാനായിട്ട് ട്രോളുകളിലും ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്ന ആൾക്ക് പോലും അതിന് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. അത് വല്ലാത്തൊരു സാധ്യതയാണ്. ട്രോളിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സോഷ്യൽ മീഡിയയുടെ വല്ലാത്തൊരു സാധ്യതയാണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രതികരണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ എന്നുള്ളത് ചലഞ്ച് ഉയർത്തുന്ന അവിടെയാണ്. ഇത്രത്തോളം ട്രോൾ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇത്രമാത്രം ആളുകൾ പ്രതികരിച്ച, ഇത്രത്തോളം ആളുകൾ ഹ്യൂമറസായി പ്രതികരിച്ച, ഷാർപ്പായി പ്രതികരിച്ച ഒരു വിഷയത്തെ പറ്റിയിട്ട് കാർട്ടൂൺ വരയ്ക്കുമ്പോൾ ഇതിനെ വെല്ലുന്ന ഒരു ആശയം കണ്ടെത്തുക എന്നത്, എങ്കിൽ മാത്രമേ നമ്മുടെ കാർട്ടൂൺ സർവൈവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് പിന്തള്ളപ്പെട്ടു പോകും. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. പക്ഷെ ആ വെല്ലുവിളിയാണ് നമ്മുടെ ജോലിയുടെ രസം എന്ന് പറയുന്നത്. പ്രതികരിക്കാനുള്ള ശക്തമായ ഒരു ആയുധം ഇത് തന്നെയാണെന്ന് എപ്പോഴാണ് തോന്നിയത്? എങ്ങനെയായിരുന്നു ഈ മേഖലയിലേക്ക്? കാർട്ടൂൺ ഞാൻ പഠിക്കാതെ, ജേർണലിസം പഠിക്കാതെ പത്രസ്ഥാപനത്തിൽ വരച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ പഠിച്ചത് നിയമമാണ്. ലോ കോളേജിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ കലോത്സവങ്ങളിൽ സ്ഥിരമായിട്ട് കാർട്ടൂണിന് സമ്മാനം കിട്ടുമായിരുന്നു. അതിനു മുമ്പ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കാർട്ടൂൺ പോസ്റ്റേഴ്സ് ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വന്നു. കോളേജ് തലത്തിലൊക്കെ ഒരു കാർട്ടൂണിസ്റ്റ് എന്ന ക്യാമ്പസ് കോളങ്ങളൊക്കെ ഉണ്ടാവല്ലോ പത്രങ്ങളിൽ, അതിലൊക്കെ കാർട്ടൂണുകൾ വരച്ചിരുന്നു. ക്യാമ്പസിലൊരു കാർട്ടൂണിസ്റ്റ് എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഈ കേരളത്തിലെ 5-6 പേരാണ് ഈ ജോലി മുഴുവൻ സമയം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് പത്രത്തിലേക്ക് വരാനായിട്ട് ഉള്ള ഒരു ആഗ്രഹം വരുന്നത്. അപ്പോഴാണ് തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന ജയഗാഹളം എന്നൊരു പത്രത്തിൽ ഞാൻ വരച്ചിരുന്നു. ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വരച്ചിരിക്കുന്നു. പിന്നീട് കോളേജ് പഠനം കഴിഞ്ഞ അതേ സമയത്താണ് ഇവിടെ പത്രത്തിൽ കൗമുദിയിൽ ഒഴിവ് വരികയും ഇവിടെ ഇലക്ഷൻ കാലമായിരുന്നു അത്, അങ്ങനെ വരികയും ചെയ്യുന്നത്. പിന്നെ ഇത് ഇപ്പോൾ കാർട്ടൂണിങ് എന്ന് പറയുന്നത് നിത്യ നിദാന അഭ്യാസം എന്ന് പറയുന്ന പോലെയാണ്, നിത്യനിദാന തൊഴിലാണ്.
അപ്പോൾ അതങ്ങനെ ആ രീതിയിൽ തുടർന്നു പോകും. ഇത് തന്നെയായിരുന്നു ശരിയായ വഴി എന്ന് തോന്നിയിട്ടുണ്ടോ? ആഗ്രഹം ഇതായിരുന്നു, പക്ഷെ അവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതിന്റെ ഒരു ആഗ്രഹത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാറുണ്ടല്ലോ. അതുപോലെ ഇനിയും എത്ര ദൂരം മുന്നോട്ട് പോകണം എന്നാണുള്ളത്? ഇത് കാർട്ടൂൺ ഒരു പ്രത്യേകതരം കലയാണ്. കാർട്ടൂണെങ്കിൽ നമുക്ക് ഒരുപാട് ലോക ചാമ്പ്യൻ, ഇപ്പോൾ ഒരു ലോക ചാമ്പ്യൻ ഏത് കളിയിലായി കഴിഞ്ഞാൽ അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു ലെവൽ ഉണ്ടായിരിക്കും. ആ ലെവലിൽ വിട്ടിട്ട് അദ്ദേഹത്തിന് താഴാൻ പറ്റില്ല. കാർട്ടൂണിങ് നേരെ തിരിച്ചാണ്. കാരണം 10,000 കാർട്ടൂൺ വരച്ച ആളും ജീവിതത്തിൽ ആദ്യത്തെ കാർട്ടൂൺ വരയ്ക്കുന്ന ആളും ഒഴിഞ്ഞ പേപ്പറിന് മുന്നിൽ നാളത്തെ കാർട്ടൂൺ വരയ്ക്കാൻ ഇരിക്കുമ്പോൾ തുല്യരാണ്. അന്ന് എന്ത് വരയ്ക്കുന്നു എന്നതാണ് അവനെ നിലനിർത്തുന്നത്. അപ്പം നാളെ എന്ത് വരയ്ക്കുന്നു എന്നതായിരിക്കും എന്നെ നിലനിർത്തുക. തീർച്ചയായും അങ്ങനെ നിലനിർത്താൻ നാളുകൾ സുജിത്തിന്റെ തന്നെ ആകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇന്ന് അതിഥിയായി ചേർന്നത് സുജിത്തായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കലാരൂപങ്ങളും ഒക്കെ അതിനോടുള്ള അസഹിഷ്ണുതയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് തൻ്റെതായ നിലപാടുകൾ. കാർട്ടൂൺ എന്നത് ഒരു സമൂഹത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് നമുക്കറിയാം. വളരെയധികം നന്ദി ഇന്ന് അതിഥിയായി എത്തിയതിന്. നമസ്കാരം.